കൂടുതൽ എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞാൽ അഭിപ്രായം പറയാൻ പാടില്ല. അങ്ങനെ ഒരു നാടായി അധപ്പതിച്ചിരിക്കുകയാണ് ഈ അധമ കേരളം. ഈ അധമ കേരളം സ്വന്തം കൺമുന്നിലിട്ട് ചെറുമക്കളുടെ പ്രായമുള്ള യുവാക്കളുടെ തലതള്ളി പൊളിച്ച ഒരു ഗൺമോനെ ചേർത്ത് പിടിച്ച ചരിത്രമാണല്ലോ പിണറായി വിജയനുള്ളത്. ഒരു കള്ളനോട്ടടിക്കാരനെ റിസർവ് ബാങ്ക് ഗവർണറാക്കുന്നതിന് തുല്യമാണ് എം.ആർ. അജിത് കുമാറിനെ DGP സ്ഥാനക്കയറ്റം കൊടുക്കുന്നത്. ഇത് എന്റെ വാക്കല്ല, ഷിബു സാറേ, റെയ്ഡിന് വരരുത് ഇതിന്റെ പേരിൽ. നമസ്കാരം. നമ്മുടെ നീതിന്യായ വ്യവസ്ഥയെക്കുറിച്ച്, ഇന്ത്യ എന്ന മഹത്തായ ജനാധിപത്യ രാജ്യത്തെക്കുറിച്ച് നിരാശ തോന്നുന്ന ഒരു ദിവസമാണിന്ന്. 2 മാസങ്ങൾക്ക് മുൻപ് നിലമ്പൂർ MLA PV അൻവർ ക്രമസമാധാന ചുമതലയുള്ള ADGP M.R. അജിത് കുമാറിനെതിരെയും മറ്റും വളരെ ഗുരുതരമായ ചില ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. അതിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം അനധികൃത സ്വത്ത് സമ്പാദനമാണ്. അങ്ങനെ നോക്കിയാൽ പോലും ഒരു സാധാരണ കുടുംബത്തിലെ അംഗമായ M.R. അജിത് കുമാർ തിരുവനന്തപുരത്തെ കണ്ണായ ഭാഗത്ത് ഒരു സെന്റിന് ലക്ഷങ്ങൾ, ഏകദേശം 75-80 ലക്ഷത്തോളം രൂപ വിലയുള്ള 22 സെന്റ് സ്ഥലം വാങ്ങി അതിൽ പകുതി 10 സെന്റോ മറ്റോ അദ്ദേഹത്തിൻ്റെ ഭാര്യ സഹോദരൻ്റെതാണെന്ന് പറയപ്പെടുന്നു. അവിടെ 4000 എത്രയോ സ്ക്വയർ ഫീറ്റ്, 4000മോ അതിലധികമോ സ്ക്വയർ ഫീറ്റ് ബഹുനില മന്ദിരം ഒരു വീട് പണിയാണ്. അതോടൊപ്പം തന്നെ അവിടെ ഖനനത്തിൻ്റെ എല്ലാ ചട്ടങ്ങളും ലംഘിച്ചുകൊണ്ടാണ്, അവിടെ ഖനനം പാടില്ല എന്നുള്ളതാണ് ചട്ടം, ആ ചട്ടം എല്ലാം ലംഘിച്ചുകൊണ്ടാണ് അദ്ദേഹം അവിടെ ആ ഒരു വീട് നിർമ്മിക്കുന്നത്. അതിനുശേഷം PV അൻവറിൻ്റെ അവസ്ഥ നമ്മളെല്ലാവരും കണ്ടതാണ്. ഇന്നിപ്പോഴിതാ അദ്ദേഹത്തെ ഒരുപാട് പ്രതിസന്ധികൾക്കൊടുവിൽ ഒരുപാട് സംരക്ഷിച്ച് ചേർത്ത് പിടിക്കാൻ പിണറായി വിജയൻ സാർ ശ്രമിച്ചിരുന്നെങ്കിലും പക്ഷേ ഒടുവിൽ ക്രമസമാധാന പാലന ചുമതലയിൽ നിന്ന് അദ്ദേഹത്തെ നീക്കം ചെയ്യേണ്ടി വന്നു. ഇന്നിപ്പോൾ അദ്ദേഹത്തിന് DGP ആയി സ്ഥാനക്കയറ്റം നൽകിയിരിക്കുകയാണ്. ചീഫ് സെക്രട്ടറി ഉൾപ്പെടുന്ന കമ്മിറ്റിയാണ് ഇതിനുള്ള തീരുമാനമെടുത്തത്. DNA ന്യൂസിൻ്റെ ഓഫീസർ റെയ്ഡ് ചെയ്ത സമയത്ത് ഞങ്ങളുടെ FIR-ൽ പറഞ്ഞിരുന്ന ഒരു കുറ്റം, സംസ്ഥാനത്തെ DGP-യും സംസ്ഥാനത്തെ ചീഫ് സെക്രട്ടറിയും കഴിവില്ലാത്ത ഉദ്യോഗസ്ഥരാണ് എന്ന് പറഞ്ഞു എന്നാണ് ഞങ്ങൾക്കെതിരെയുള്ള ആരോപണം. ഇനി ജനങ്ങൾ ചിന്തിക്കുക, കേരളത്തിലെ ചീഫ് സെക്രട്ടറിയും പോലീസ് മേധാവിയും കഴിവുള്ളവരാണോ കഴിവില്ലാത്തവരാണോ എന്ന്. ഇതൊക്കെ പറയുമ്പോൾ കള്ളക്കേസെടുത്ത് എന്നെയും നിങ്ങളെയും പോലെയുള്ള സാധാരണക്കാരെ കള്ളക്കേസിൽപ്പെടുത്തി നരകയാതന അനുഭവിച്ച് ഒരു മുഴം കയറിൽ തൂക്കാനുള്ള ഒരു പ്രവണതയാണ് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് ഇത്രയും ഗുരുതരമായിട്ടുള്ള ആരോപണം ഉണ്ടായ ക്രമസമാധാന പാലന ചുമതല കൈകാര്യം ചെയ്യുന്ന ഒരു ADGP-ക്ക് DGP ആയി സ്ഥാനക്കയറ്റം നൽകിയിരിക്കുന്നത്. കൂടുതൽ എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞാൽ അഭിപ്രായം പറയാൻ പാടില്ല. അങ്ങനെ ഒരു നാടായി അധപ്പതിച്ചിരിക്കുകയാണ് ഈ അധമ കേരളം. ഈ അധമ കേരളം. ചേട്ടൻ എന്തെങ്കിലും പറയണ്ടോ? അല്ല, എനിക്ക് ഇത് ഒരു IPS സ്ക്രീനിങ് കമ്മിറ്റിയാണ് ഇദ്ദേഹത്തിന് യാതൊരു കുഴപ്പവുമില്ല, അദ്ദേഹത്തിന് പ്രൊമോഷൻ കൊടുക്കാമെന്ന് ശുപാർശ ചെയ്തിരിക്കുന്നതാണ് അറിയുന്നത്. അതിനകത്ത് ചീഫ് സെക്രട്ടറി ഉണ്ട്, DGP ഉണ്ട്, പിന്നെ ആഭ്യന്തര സെക്രട്ടറി ഉണ്ട്. ഇവർ 3 പേരടങ്ങുന്ന ഒരു കമ്മിറ്റിയാണ് ഇയാൾക്ക്, പിന്നെ അജിത് കുമാറിന് യാതൊരു പ്രശ്നവുമില്ല പ്രൊമോഷൻ കൊടുക്കാമെന്ന് പറയുന്നത്. അതിനകത്ത് ഉള്ളത് ചീഫ് സെക്രട്ടറിക്കും അതുപോലെ ആഭ്യന്തര സെക്രട്ടറിക്കും ഒരുപക്ഷെ മുഖ്യമന്ത്രിയുടെ അഭിപ്രായങ്ങൾക്ക് അനുസരിച്ച് നിൽക്കാനേ പറ്റൂ. പക്ഷേ DGP എന്ന് പറയുന്ന ആള് അദ്ദേഹം തന്നെ പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം തന്നെ മറിച്ച് പറയുകയാണ് ചെയ്യുന്നത്. നമ്മളൊരു കാര്യം പറയാം, DGP പോസ്റ്റിലിരിക്കുന്ന ഒരാളാണ്. അദ്ദേഹം പറഞ്ഞത് പിന്നെ ഈ അജിത് കുമാറിനെതിരായിട്ട് അദ്ദേഹമാണ് ഒരു അന്വേഷണം നടത്തിയിരുന്നു, ഒരു പ്രാഥമിക അന്വേഷണം നടത്തിയിട്ട് റിപ്പോർട്ട് കൊടുത്തിരുന്നു മുഖ്യമന്ത്രിക്ക് ഈ തൃശ്ശൂർ പൂരമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ. അതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പിന്നെ അജിത് കുമാർ എന്ന ADGP ചട്ടം ലംഘിച്ചിരിക്കുന്നതായിട്ടാണ് കണ്ടെത്തിയിരിക്കുന്നത്. അദ്ദേഹം വ്യക്തമായിട്ടും അദ്ദേഹത്തിനെ ADGP ആയിട്ട് ഇരുത്താൻ പാടില്ല എന്ന് ശുപാർശ ചെയ്തുകൊണ്ടുള്ള കത്തുകളാണ് മുഖ്യമന്ത്രിക്ക് അദ്ദേഹം അന്ന് കൊടുത്തത്. അദ്ദേഹം കൂടെ ഇരുന്നുള്ള കമ്മിറ്റിയാണ് ഇപ്പോൾ മാറിയിട്ട് ഇദ്ദേഹത്തിന് യാതൊരു കുഴപ്പവുമില്ല, അദ്ദേഹത്തിനെതിരായിട്ട് അങ്ങനെ അന്വേഷണവും നടക്കുന്നില്ല, അതുകൊണ്ട് M.R. അജിത് കുമാറിനെ പ്രൊമോഷൻ കൊടുക്കുന്നതിന് യാതൊരു തെറ്റുമില്ല എന്നുള്ള ശുപാർശ മുഖ്യമന്ത്രി കൊടുത്തിപ്പിച്ചിട്ട് ഇനി മുഖ്യമന്ത്രിക്ക് കൈയ്യഴുക. കാരണം മുഖ്യമന്ത്രിക്ക് ഇതിനകത്ത് യാതൊരു പങ്കുമില്ല. കാരണം IPS സ്ക്രീനിങ് കമ്മിറ്റി വെള്ളപൂശി റെഡിയാക്കി തന്ന ഒരു കമ്മിറ്റി ഞങ്ങൾ അംഗീകരിച്ചു എന്നുള്ളതേ ഉള്ളൂ. അതാണ് ഇപ്പോൾ രാജീവ് പറഞ്ഞിരിക്കുന്നത്. മുഖ്യമന്ത്രി ഇത് പറയാൻ പറ്റില്ല, മാധ്യമം കൊണ്ടുമുമ്പിൽ വരികയില്ല, മുഖ്യമന്ത്രി അഭിപ്രായം പറയുകയില്ല.
അദ്ദേഹം പിന്നെ ദൈവത്തിനെ പോലെ മൗനിയായിട്ടിരിക്കുകയുള്ളൂ. പക്ഷേ രാജീവ് മുഖ്യമന്ത്രിക്ക് വേണ്ടി സംസാരിച്ചിട്ടുണ്ട്. ഞങ്ങൾ യാതൊരു വിധമായ പിന്നെ പക്ഷാഭേദവും കാണിച്ചിട്ടില്ല. IPS പിന്നെ സ്ക്രീനിങ് കമ്മിറ്റി തന്ന് ശുപാർശ ഞങ്ങൾ അങ്ങ് അംഗീകരിച്ചുള്ളൂ മന്ത്രിസഭ എന്ന് പറഞ്ഞ് വളരെ സമർത്ഥമായിട്ട് ഇതിൽ നിന്നും പിന്നെ മന്ത്രിസഭ രക്ഷപ്പെട്ടിരിക്കുകയാണ്, ഗവൺമെന്റ് രക്ഷപ്പെട്ടിരിക്കുകയാണ് ഇവരെ ഈ IPS സ്ക്രീനിങ് കമ്മിറ്റിയുടെ മണ്ടയിൽ വെച്ച് കൊടുത്തിട്ട്. ഇതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു ഇഷ്ടക്കാരനെ ബോധപൂർവ്വം നിർത്തുകയാണ്. അടുത്ത ADGP തന്നെയാണ് അടുത്ത DGP തന്നെയാണ്, അതിനകത്ത് യാതൊരു തർക്കവുമില്ല. അടുത്ത ഒരു തല തല്ലിപ്പൊളിച്ച സ്വന്തം കൺമുന്നിലിട്ട് ചെറുമക്കളുടെ പ്രായമുള്ള യുവാക്കളുടെ തല തല്ലി പൊളിച്ച ഒരു ഗൺമോനെ ചേർത്ത് പിടിച്ച ചരിത്രമാണല്ലോ പിണറായി വിജയനുള്ളത്. അപ്പൊ അതുകൊണ്ട് MR അജിത് കുമാറിനെയും, പക്ഷെ എനിക്ക് ലജ്ജ തോന്നുന്നതല്ലേ, പിണറായി വിജയൻ ഏത് തരക്കാരനാണ്, അദ്ദേഹത്തിന്റെ നിലവാരമൊക്കെ നമുക്കറിയാം, അയാളുടെ നിലവാരമൊക്കെ നമുക്കറിയാം. പക്ഷെ ഇവിടുത്തെ ഒരു നിയമ സംവിധാനമില്ലേ, മുൻ DGP ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ അഡ്വക്കേറ്റ് എം എ ആസിഫ് അലി ഇന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു ഉദാഹരണമുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്. അതായത് ഒരു കള്ളനോട്ടടിക്കാരനെ റിസർവ് ബാങ്ക് ഗവർണറാക്കുന്നതിന് തുല്യമാണ് MR അജിത് കുമാറിനെ DGP സ്ഥാനക്കയറ്റം കൊടുക്കുന്നത്. ഇത് എന്റെ വാക്കല്ല ഷിബു സാറേ, റെയ്ഡിന് വരരുത് ഇതിന്റെ പേരിൽ. ഇത് ഞാനല്ല പറഞ്ഞത്, മുൻ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ അഡ്വക്കേറ്റ് എം എ ആസിഫ് അലിയാണ് പറഞ്ഞിട്ടുള്ളത്. അല്ല, അതൊരു നമ്മുടെ ഒരു ഭരണകൂടം ഇത്രമാത്രം പിന്നെ കൂടെ നിൽക്കുന്നവരെ ചേർത്ത് നിർത്തുന്ന ഒരു പണ്ട് കരുണാകരനെ കുറിച്ചാണ് പറഞ്ഞിരുന്നത്. കരുണാകരൻ ആശ്രിത വത്സലനാണെന്ന്. ഇദ്ദേഹം ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ആശ്രിത വത്സലനൊന്നുമല്ല, അതിനേക്കാളും മുകളിലാണ് അത്രമാത്രം. കാരണം നമ്മൾ ഓരോരുത്തരെയും വീണ്ടും വീണ്ടും പിന്നെ റിട്ടയർ ആയ ഉദ്യോഗസ്ഥന്മാരെ വലിയ പോസ്റ്റിലിരുത്തത് നമ്മൾ കാണുന്നതാണ്. ADGP എന്തിനാണ് ഇത്രയധികം സഹായിക്കുന്നത്, ഇത്രയധികം ചേർത്ത് നിന്ന് മനസ്സിലാവുന്നില്ല. ഇദ്ദേഹത്തിന്റെ ചില പരിപാടികളും ഇദ്ദേഹത്തിന് വേണ്ടിയിട്ട് ചില RSS കേന്ദ്രങ്ങൾ പോയി അല്ലെങ്കിൽ BJP കേന്ദ്രങ്ങളിൽ പോയി ചില ദൂത് ചെയ്ത് ഇത് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത് ഇതിനെ കുറിച്ച്? ഇന്നിപ്പോ കോൺഗ്രസിലെ സുധാകരനൊക്കെ ഉന്നയിക്കുന്ന മുരളീധരനൊക്കെ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ശരി തന്നെയാണെന്ന് നമ്മൾ വിശ്വസിക്കേണ്ടി വരും. RSSന്റെയും BJPയുടെയും ഒത്താശയില്ലാതെ അഴിഞ്ഞാടാൻ പറ്റുമോ അങ്ങനെ കേരളത്തില്? RSS ഒക്കെ രാജ്യം ഭരിക്കുന്ന RSSന്റെയും BJPയുടെയും ഒത്താശയില്ലാതെ ഇവിടെ പിണറായി വിജയൻ സാറിനും ഇതുപോലുള്ള ആൾക്കാർക്കും ഇവിടെ അഴിഞ്ഞാടാൻ കഴിയോ? ഇല്ല. ഇത് നമ്മൾ കഴിക്കുന്ന അരിയാഹാരം. അപ്പൊ നമ്മൾ ഇതെല്ലാം പറയുമ്പോൾ കലാപാഹ്വാനം നടത്തി, തേങ്ങാക്കൊലം നടത്തി, മാങ്ങാത്തൊലി നടത്തി എന്ന് പറഞ്ഞിട്ടാണ് കേസെടുക്കുന്നത്. അഭിപ്രായ സ്വാതന്ത്ര്യം, അതായത് അവർക്ക് അനിഷ്ടമായിട്ടുള്ള എന്തെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞാൽ അത് കലാപാഹ്വാനം. അവർക്ക് വിടുവായത്വം, എന്ത് വിടുവായത്വം പറയാം. MM മണിയെ പോലെയുള്ള ഒരു എന്താണ് പറയേണ്ടത്, ഒരു അഴുകിയ നാവുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ കഴിഞ്ഞ ആഴ്ചയും പൊതുവേദിയിൽ നിന്ന് പറഞ്ഞു, ഞങ്ങൾ അടിച്ചിട്ടുണ്ട്, നിങ്ങൾ പോയി അടിക്കെന്ന്. അതിന് കലാപാഹ്വാനമില്ല, അയാൾക്കെതിരെ കേസും ഇല്ല. അങ്ങനെ ഇവിടെ എന്തെല്ലാം പറയുന്നുണ്ടല്ലോ. ഇവിടെ യൂട്യൂബ് ചാനൽ അണ്ണാക്കിൽ കയറാനാണ് ഇവനൊക്കെ താല്പര്യം. ഇവിടെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പറയുന്നത് എന്താണ്, യൂട്യൂബ് ചാനൽ എന്താണ്? എല്ലാ യൂട്യൂബ് ചാനലിനെ ഒരേ ഗണത്തിൽപ്പെടുത്തേണ്ട കാര്യമില്ല. എല്ലാ യൂട്യൂബ് ചാനലുകളെയും ഇവിടെ എന്താണ്, ഏതെങ്കിലും ഒരുത്തൻ കല്യാണം കഴിക്കുമ്പോൾ അവന്റെ മറ്റേ പിന്നാലെ ഒരു മൊബൈലും തൂക്കി പിടിച്ചുകൊണ്ട് പോകുന്നവരെയോ അല്ലെങ്കിൽ ഏതെങ്കിലും അങ്ങനെയുള്ള ഒരു നാലാം കിടക്കാരുടെ പിന്നാലെ പോകുന്നവരെ യൂട്യൂബ് ചാനലുകളുടെ ഗണത്തിൽപ്പെടുത്തേണ്ട കാര്യമില്ല. ഇവിടെ മറുനാടൻ മലയാളിയും ക്രൈമും ഇതുപോലെ ഞങ്ങളെ പോലെയുള്ള കുറച്ച് ആൾക്കാരെങ്കിലും ഉണ്ട്. ഞങ്ങൾ പറയുന്നത് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്. അത് പലർക്കും പൊള്ളും, എല്ലാവരെയും ഞാൻ പറയുന്നില്ല, അത് ചിലർക്കൊക്കെ പൊള്ളും. അപ്പൊ ഈ പൊള്ളുമ്പോൾ കള്ളക്കേസ് എടുക്കാം. അപ്പൊ ഈ പറഞ്ഞത് നികൃഷ്ട, അതായത് ഇപ്പൊ പലരും പറയുന്നത് വെച്ചാൽ അതായത് നമ്മളൊരു പറയുന്ന വ്യാജ വാർത്തകൾ പടച്ചുവിടുന്ന ഒരു പിന്നെ എന്താണ് ഒരു കൂട്ടമായാണ് ഈ ഓൺലൈൻ കാര്യം ഒരു മുദ്ര കുത്തുന്നത്. എന്തെന്നറിയാമോ? അതായത് നമുക്ക് ഒരു വ്യക്തിക്കെതിരെയുള്ള ഒരു അലിഗേഷൻ നമുക്ക് പുറത്തു കൊണ്ടുവരാൻ പറ്റില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് അവരെല്ലാവരും ഒന്നിക്കുകയാണ്. അപ്പൊ അതായത് എന്ത് ക്രൈം ചെയ്താലും നമ്മൾ മിണ്ടാൻ അണ്ണാക്കിൽ വിരളം തിരി മിണ്ടായിരുന്നോളണം. ഇപ്പോ കോഴിക്കോട് ഒരു വ്യക്തി മരണപ്പെട്ടു. ആ വ്യക്തി മരണപ്പെട്ടിട്ട് ഒരു 2 വർഷത്തിൽ കൂടുതലായി. അപ്പൊ അദ്ദേഹത്തിന്റെ അനുജൻ ഇപ്പോൾ പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്, DGPക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. DGP ആ പരാതി സ്പെഷ്യൽ അന്വേഷണത്തിന് വേണ്ടി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് കൈമാറിയിട്ടുണ്ട്. അപ്പോൾ എന്നെ അവിടുന്ന് പോലീസ് സ്റ്റേഷനിൽ ചെവാർ പോലീസ് സ്റ്റേഷനിൽ തന്നെ വിളിക്കുകയാണ്. SI പേഴ്സണൽ നമ്പറിൽ നിന്നാണ് വിളിക്കുന്നത്. അത് നീക്കം ചെയ്യണം, അതാണ് ആദ്യം അദ്ദേഹം വിളിച്ചു. അപ്പൊ ഞാൻ കൃത്യമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് വാർത്ത ചെയ്തത്. എന്നിട്ട് അദ്ദേഹം ഇന്നലെയും വിളിച്ചിട്ട് പറയുന്നതെന്ന് വെച്ചാൽ എന്താണ്, നിങ്ങളത് അപകീർത്തിപ്പെടുത്തി, നിങ്ങൾ എന്തിനാണ് അയാളുടെ ഫോട്ടോ വെച്ച് തന്നത്? എന്ത് ലോജിക്കില്ലാത്ത ക്വസ്റ്റ്യൻസാണ് ചോദിക്കുന്നത്. ഒരു വീഡിയോ, ഒരാൾ മരണപ്പെട്ട ഒരു വീഡിയോ ചെയ്തപ്പോൾ അദ്ദേഹത്തിന്റെ ഫോട്ടോ എന്തിനാണ് വെച്ചതെന്ന് ചോദിക്കുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു, സാറേ ഇതിപ്പോ ഒരു വ്യക്തി മരണപ്പെട്ടു, ആ വ്യക്തി മരണപ്പെടുമ്പോൾ പിന്നെ അയാളുടെ ഫോട്ടോ അല്ലാതെ പിന്നെ എന്താ ചെയ്യേണ്ടത്? പിന്നെ അയാളുടെ ഭാര്യയുടെ ഫോട്ടോ വെച്ചെന്ന് ചോദിക്കുന്നു. അയാളുടെ ഭാര്യ വിവാഹ ഫോട്ടോയാണ് വെച്ചത്. മാത്രമല്ല അവരാണ് ഈ കേസിലെ
പ്രതി എന്താണ് അവർക്കെതിരെയാണ് സംശയം ഉണ്ടെന്ന് പറഞ്ഞിട്ട് പരാതി പോയിരിക്കുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, ഇവർക്കൊക്കെ പരാതി ഉണ്ടെങ്കിൽ ഇവർക്കൊക്കെ ഡിഫർമേഷൻ ഫയൽ ചെയ്താൽ പോരെ, അല്ലെങ്കിൽ നമുക്ക് നിയമപര നടപടികൾ ചെയ്താൽ പോരെ? അപ്പൊ ഞാൻ അന്വേഷിച്ചിടത്തോളം ഈ പറയുന്ന SHO വളരെ നീതിമാനായ ഒരു ഉദ്യോഗസ്ഥനാണെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ അങ്ങനെ ആ ഉദ്യോഗസ്ഥൻ എന്തോ സമ്മർദ്ദത്തിൽ, അദ്ദേഹത്തിന്റെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത് അങ്ങനെയാണ്, എന്തോ സമ്മർദ്ദത്തിന്റെ ഇതിലാണ് അദ്ദേഹം പറയുന്നത്. അത് നിങ്ങളുടെ അത് നീക്കം ചെയ്യാൻ പറയുന്നില്ല, നിങ്ങളുടെ മനോധർമ്മം പോലെ ചെയ്യൂ. എന്താണ് അവർ കേസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് കേസ് എടുക്കണം. അപ്പം അതാണ് ഇവരിനിപ്പോൾ അടുത്താരെ എങ്കിലും കൊണ്ടുവന്നിട്ട് ഇത് ചെയ്യും. അപ്പം ഇത്തരത്തിലാണ് അത്. സാധാരണ നമുക്ക് സത്യം പറയാൻ വയ്യ, ഭയപ്പെടുത്തിയും കള്ളക്കേസെടുത്തും ഇത്തരത്തിലുള്ള ക്രിമിനലുകളെ അവർക്കെതിരെ ഒന്നും മിണ്ടാതിരിക്കാനായിട്ട് ഞങ്ങളുടെ വായം നിശബ്ദരാക്കാൻ നോക്കുകയാണ്, ഞങ്ങളുടെ നാവിനെ കെട്ടാൻ നോക്കുകയാണ് ഇവിടെ. അതായത് ഇവരെ പോലുള്ളവർക്ക് MR അജിത് കുമാറിനും പിണറായി വിജയൻ സാറിനും മുഹമ്മദ് റിയാസ് സാറിനും പിന്നെ PR ആർഷോ സാറിനും അങ്ങനെയുള്ള സാറന്മാർക്കൊക്കെ എന്തും ചെയ്യാം. അപ്പം ഇവിടുത്തെ സാധാരണക്കാരൻ എന്തിനാണ് ഇവിടെ ജീവിക്കുന്നത്? ഇവിടെ അടിമത്തം ഉള്ളത് ആഫ്രിക്കയിൽ ഒക്കെ പണ്ട് അടിമത്തം ഉണ്ടെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ രാജ്യത്തും പണ്ട് അടിമത്തം ഉണ്ടായിരുന്നു. അപ്പൊ ഇവിടെ ഇപ്പൊ അതല്ലേ നടക്കുന്ന, അടിമകളല്ലേ ഇവിടെ സാധാരണക്കാരെ നമ്മള്. ഇവനെയൊക്കെ തീറ്റിപ്പോറ്റണ്ടേ? അതിനു വേണ്ടി എന്താണ് പിഴയായിട്ട് പല ഇതായിട്ട് പിടിച്ചു പറിക്കുന്നു, നികുതികളായിട്ട് പിടിച്ചു പറിക്കുന്നു, എന്നിട്ട് കള്ളക്കേസുകൾ എടുക്കുന്നു. ഇവിടെ മുൻ വനമന്ത്രി ഇപ്പോഴത്തെ ഗതാഗത മന്ത്രി അല്ല ഇപ്പോഴത്തെ ഗതാഗത മന്ത്രിയുമായിട്ടുള്ള പിന്നെ KB ഗണേഷ് കുമാറിന്റെ വീട്ടിൽ നിന്ന് ആനക്കൊമ്പ് പിടിച്ചല്ലോ. ആനക്കൊമ്പ് പിടിച്ചു, അത് കണ്ടുകെട്ടി. പക്ഷെ ആനക്കൊമ്പ് കണ്ടുകെട്ടി നിയമവിരുദ്ധമായി സൂക്ഷിച്ചതിന് കേസെടുക്കേണ്ടതാണ്. കേസെടുത്തിട്ടില്ല. അതെന്ത് ന്യായമാണെന്ന് നിങ്ങൾ പറ. ഈ പറയുന്നതാണോ തെറ്റ്? മന്ത്രിക്ക് ഒരു നിയമം, സാധാരണക്കാരന് വേറെ നിയമം. ഇവരൊക്കെ തീറ്റി പോരുന്നവരെ ഒരു വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടാണോ തിന്നുന്നത്? ഇവരെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടാണോ ഇവർ ഈ പറയുന്ന വിദേശ യാത്രകളൊക്കെ നടത്തുന്നത്? ഇവരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടാണോ ഇവർ ഈ ഇന്നോവ ക്രിസ്റ്റയൊക്കെ എടുത്തിട്ട് ഇതുവഴി ചീറിപ്പായുന്നത്? നമ്മളെപ്പോലുള്ള സാധാരണക്കാരൻ കൊടുക്കുന്ന അധ്വാനിച്ചുണ്ടാക്കി കൊടുക്കുന്ന വേർപ്പിന്റെ അംശമാണിത്. അതിനുവേണ്ടി കുറെ കിങ്കരന്മാരായ പോലീസ് പോലും ഇത്ര അധപതിച്ചൊരു ഇതില്ല. ഇനി എവിടെ പോകാനാണ്? DGPക്ക് പോലും ഇതാണെങ്കിൽ, സംസ്ഥാനത്തെ DGP പോലും ഭൂമി തട്ടിപ്പ് കേസിൽ പെട്ട് അതൊക്കെ ഒതുക്കി തീർത്തു. ഇത് മറ്റൊരു വ്യക്തിയാണ് ചെയ്തിരുന്നെങ്കിലോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എന്ത് തരം നിയമമാണിത്? അല്ല, ലോകത്ത് എവിടെയെങ്കിലും ഇതുപോലെ നിയമമുണ്ടോ? ചേട്ടനൊന്ന് പറ. അല്ല ശരിയാണ്. നമ്മുടെ ജനാധിപത്യത്തിന് അത് ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ജനാധിപത്യത്തിന്റെ ഏറ്റവും അപകടകരമായ അവസ്ഥയിലൂടെ, പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ ഈ CPMന്റെ ഭരണത്തിന്റെ കീഴിൽ വളരെ ഗുരുതരമായ അവസ്ഥയിലിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. അത് എവിടെ എത്തും എന്നുള്ളത് ഞാൻ പലപ്പോഴും പറയാറുണ്ട്. അല്ല, അമേരിക്കയിൽ ഇത് തന്നെയല്ലോ സിസ്റ്റം. പക്ഷെ അവിടെ എന്താണ് പ്രസിഡന്റ് ഈ ട്രംപ് വരെ കയറി നിൽക്കേണ്ടി വന്നല്ലോ പലതവണ കൂട്ടിൽ, കോടതി നിൽക്കേണ്ടി വന്നല്ലോ. ഇവിടെ ഒരു ചോട്ട പഞ്ചായത്ത് പ്രസിഡന്റ് കയറി നിൽക്കില്ലല്ലോ. എന്തിനൊരു മേയർ ഇവിടെ എന്തെല്ലാം കാണിക്കുന്നുണ്ട്? അവർ ഇതുവരെ അവർക്ക് എന്തെങ്കിലും പറ്റിയോ? ഒരു പാവപ്പെട്ട ചെറുക്കൻ്റെ പിന്നെ ജോലി പോയി. എന്ത് ചെയ്തു ഇവിടുത്തെ കോടതികൾ? പിന്നെ എന്തിനാണ് ഇവിടുത്തെ കോടതികളും പോലീസ് സ്റ്റേഷനും ഒക്കെ? നമ്മളെ പോലുള്ളവരെ ശിക്ഷിക്കാനോ? ഈ സാധാരണക്കാരനെ ഇവിടെ പട്ടിണി ഒരു രാവന്തിയോളം പണിയെടുത്ത് ജീവിക്കുന്ന, കഷ്ടപ്പെട്ട് ജീവിക്കുന്ന സാധാരണക്കാരനെ ശിക്ഷിക്കാനാണോ? അവനെ അടിമകളാക്കി അടക്കി ഭരിക്കാനാണോ? അവന്റെ വിയർപ്പിന്റെ അംശം പിടിച്ചു നികുതികളായും പിഴകളായും പിടിച്ചു പറിച്ച് സുഖിക്കാനാണോ നമ്മളെ പോലെയുള്ള ജന്മങ്ങള്? ഇവിടെ നിന്ന് ഇന്ത്യ വിട്ടുപോയവർ ഭാഗ്യവാന്മാരാണ്. ഇന്ത്യ വിട്ടുപോയി അന്യ രാജ്യത്തൊക്കെ പോയി താമസിക്കുന്നവർ, അവരോട് എനിക്ക് പറയാനുള്ള, ദയവ് ചെയ്ത് നിങ്ങൾ ഈ സ്ഥലത്തോട്ടെ വരുന്നത്, ഈ രാജ്യത്തോടെ നിങ്ങൾ വന്നിട്ട് തിരിച്ചു പൊക്കിയോളുക. നിങ്ങൾ അവിടുത്തെ പൗരത്വത്തെ അവിടെ തുടരുക. അല്ല, അവരങ്ങനെയാണല്ലോ പോയവർ മിക്കവാറും അവിടെ പോയവരെടുത്ത് അവിടെ. വേറൊരു കാര്യം കൂടി, ഞാന് കഴിഞ്ഞ ആഴ്ച പളനി പോയിരുന്നു. LMRK എന്ന് പറയുന്ന ഒരു ഇതിന്റെ യാഗത്തിലാണ് ഞങ്ങൾ പോയത്. അപ്പോൾ ഷൂട്ടുണ്ടായിരുന്നു, ഞങ്ങളല്ലാതെ യാഗത്തിൽ പങ്കെടുക്കാനുമാണ് പോയത്. ആ പോയ വഴിക്ക് ഞാൻ അങ്ങോട്ട് പോയപ്പം നമ്മളെ തിരുനെൽവേലിക്കപ്പുറം വെച്ചിട്ട് ഈ രാംകോയുടെ പ്ലാന്റ് കണ്ടു. അന്തം വിട്ട് റോഡേ പോകുമ്പോഴത്തേക്ക് കാണാമല്ലോ, നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടാവും. അവിടെ ഒരു കൊടിതോരണങ്ങളോ ഒരു ഫ്ലെക്സ് ബോർഡുകളോ ഒരു യൂണിയൻ നേതാവിന്റെ ഒരു കോണാനോ കണ്ടില്ല. ഇവിടെ ആണെങ്കിലോ, ഇവിടെ ഒരു അവൻ്റെ ഭൂമി പണയം വെച്ചും അവൻ ബാങ്ക് ലോൺ എടുത്തും അവൻ കിട്ടാവുന്നിടത്തെല്ലാം കടം വാങ്ങിയും ഒക്കെ അവനൊരു സംരംഭം തുടങ്ങാൻ പോവുകയാണ്. ഈ സംരംഭം തുടങ്ങാൻ ഭൂമി ഏറ്റെടുക്കുന്ന സമയം ഒരു ചെങ്കോടകം കൊണ്ട് കുത്തി നിർത്തും. അവിടെ ആനത്തലവട്ടത്തിൻ്റെ ഇളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫോട്ടോ വയ്ക്കും, അല്ലെങ്കിൽ ഇളമരം കരീമിൻ്റെ. പിന്നെ അതിൻ്റെ അവസ്ഥ നമുക്കറിയാലോ. ഇതൊക്കെ എന്താണ് ഇതിൻ്റെയൊക്കെ പറയേണ്ടത്? എങ്ങോട്ട് ഓടി രക്ഷപ്പെടും? ഏത് ലോകത്തോട്ട് ഓടി രക്ഷപ്പെടും? നമുക്ക് ഇവിടെ ജീവിച്ചേ പറ്റൂ, ഇവിടെ ജീവിക്കാം, അത് നിവൃത്തിയില്ല. എന്താണ് PV അൻവർ ഇത്രയും ഗുരുതരമായ വെളിപ്പെടുത്തലുകൾ വന്നപ്പോൾ എന്തെല്ലാമായിരുന്നു? അല്ല, ഞാൻ പറഞ്ഞോട്ടെ, ഈ പറയുന്ന മുഖ്യമന്ത്രിയെയോ അവരെ ഒന്നും ഞാൻ പറയുന്നില്ല. കാരണം അവരെ ഈ രാഷ്ട്രീയക്കാരുടെ എന്താണെന്ന് നമുക്കറിയാം. അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറഞ്ഞാൽ പിന്നെ അടുത്ത കേസാവും. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. ഇവിടുത്തെ കോടതികൾ എവിടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്?
കോടതികളുടെ മുന്നിൽ വരുന്ന പിന്നെ വസ്തുതകളും തെളിവുകളും ഒക്കെ വെച്ചിട്ടല്ലേ കോടതിക്ക് എന്തെങ്കിലും ചെയ്യാൻ. കഷ്ടമാണ് കേട്ടോ. ഈ സത്യത്തിൽ ഇവന്മാർ ഇങ്ങനെ അഴിച്ചു വിട്ടിരിക്കുന്നത് കേന്ദ്രത്തിന്റെ കേന്ദ്രത്തിൽ BJP RSS ആണ്. ഈ പറയുന്ന ഇതൊക്കെ നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്നേ. ഇതൊക്കെ കിടന്ന് രോഷം കൊണ്ട് BP കൂട്ടാന്നല്ലാതെ എന്ത് ചെയ്യാം? വല്ല വാവിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവന്മാർ നോക്കിയിരിക്കുകയാണ്, മീൻ വെട്ടേണ്ടത് പൂച്ച ഇരിക്കുന്നത് പോലെ അടുത്ത കേസിന് വേണ്ടിയിട്ട്. എന്ത് പറയുക, അനുഭവിക്കുക. ജോസഫിൻ പറഞ്ഞതുപോലെ, MC ജോസഫിൻ പറഞ്ഞതുപോലെ അനുഭവിക്കുക, അല്ല എന്ത് ചെയ്യും? വേറെ ഒരു ഇതുമില്ല. കാരണം ഒരു സംസ്ഥാനത്ത് ഒരു ക്രമസമാധാന ചുമതല കൈകാര്യം ചെയ്യുന്ന ഒരു ADGPക്കെതിരെ ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ, അനധികൃത സ്വത്ത് സമ്പാദനം, സ്വർണം പൊട്ടിക്കൽ, പിന്നെ ഒരു തിരോധനവുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾ, ആരോപണങ്ങളാണ്. പക്ഷെ ഒരിക്കലും ഈ സ്വത്ത് സമ്പാദിച്ച ആരോപണം എന്ന് പറയാൻ പറ്റില്ലല്ലോ. അത് ആരോപണം എന്ന് പറയാൻ പറ്റുമോ? അല്ല, ഇനിയിപ്പോ അന്വേഷണം ഇല്ല. മതിയാക്കി പോടേ അഥവാ അന്വേഷണം ഉണ്ടെങ്കിലും ആ റിപ്പോർട്ട് എങ്ങനെ തരണം, ഏത് രീതിയിലായിരിക്കും റിപ്പോർട്ട് എന്നതിന്റെ വ്യക്തമായ തെളിവല്ലേ? അല്ല, ട്രംപിന് അധികാരം കിട്ടിയില്ലായി പോയി. ട്രംപ് ഇപ്പോ എന്താണ്, വീണ്ടും പ്രസിഡന്റ് ആവുകയാണ്. പ്രസിഡന്റ് ആകുമ്പോൾ അയാളുടെ പഴയ കേസുകളെല്ലാം അയാൾ എഴുതള്ളൂ. ഇത് അങ്ങനെയാണല്ലോ. ഇപ്പൊ പ്രൊമോഷൻ കൊടുത്തതിന്റെ അർത്ഥം എന്താണ്? ഇനിയുള്ള അന്വേഷണങ്ങൾക്കൊന്നും യാതൊരു, ഇപ്പൊ തന്നെ അന്വേഷണം ചുമ്മാ നടക്കുന്നതാണ്. ഇനി അന്വേഷണം നടത്തിയിട്ട് കാര്യമില്ല. അന്വേഷണം നടത്തി റിപ്പോർട്ട് കൊണ്ടുവരണ്ട. അഥവാ റിപ്പോർട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇയാളെ നമ്മൾ പ്രൊമോട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പൊ അതനുസരിച്ചിട്ട് ഒരു റിപ്പോർട്ട്, അനുകൂലമായ റിപ്പോർട്ട്, അത്രയും ഒരു അതേ വരൂ. നമുക്കറിയാം. അല്ലാതെ ഇവരെ ആരാണ് ശിക്ഷിച്ചിട്ടുള്ളത്? ഇവരാരാണ് ഒരു ദിവസം ജയിലിൽ? അതാണ് ഇപ്പൊ കാണുന്നത്. MP ജയരാജൻ മറ്റേ ചുംബൻ പരാമർശത്തിൽ 1 ദിവസമോ 2 ദിവസമോ ജയിലിൽ കിടന്നു. MM മണിയൻ മറ്റേ 1, 2, 3 കേസിൽ കുറച്ച് ദിവസം കണ്ട് കിടന്നു. അതിനുശേഷം എന്താണ് ചെയ്തത്? ഇവിടെ നിയമസഭ തല്ലി തകർത്തവർ 1 ദിവസം കിടന്നോ? കോടതി വിളിച്ചിട്ട് കോടതിയിൽ മര്യാദയ്ക്ക് ഒരു ഹാജരായിട്ടുണ്ടോ? നമ്മളൊക്കെ ആണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇന്നലെ എന്തെന്നറിയാം ഇത്രയും രോഷം കൊള്ളാൻ കാരണം എന്താണെന്നറിയാമോ? നമ്മൾ ചിന്തിക്കുന്നത് നമ്മളെക്കുറിച്ച് മാത്രമല്ല. നമുക്കിപ്പോൾ അത്യാവശ്യം ഭക്ഷണമുണ്ട്, അത്യാവശ്യം കിടക്കാനുള്ള സ്ഥലമുണ്ട്. ഇന്നലെ ഒരു ഇരിങ്ങാലക്കുടയിൽ നിന്ന് ഒരു സ്ത്രീ വിളിച്ചിരിക്കുകയാണ്. 70 വയസ്സുണ്ട്. ഈ നമ്പർ നമ്മുടെ വാർത്ത കണ്ടിട്ട് നമ്പർ എപ്പോഴും, മോനെ എനിക്ക് എവിടെയെങ്കിലും ഒരു ജോലി തരൂ, ജോലി എങ്കിലും കിട്ടാൻ വഴിയുണ്ടോ? ഞാൻ കേട്ട അമ്മ എന്താണ് എനിക്ക് സ്വന്തമായിട്ട് വീടില്ല. അവരുടെ ആ ഒരു ആർജവം നോക്കി അവരൊക്കെ കാല് കഴുകി ഇവരൊക്കെ കുടിക്കണം. കാരണം എനിക്ക് സ്വന്തമായിട്ട് വീടുമില്ല, സ്ഥലമില്ല, 3 മക്കളുണ്ട്. അപ്പോൾ ഞാൻ മക്കൾ നോക്കില്ലേ? മക്കൾ നോക്കല്, ഒരാൾക്ക് ഹാർട്ടിന് സർജറിയൊക്കെ കഴിഞ്ഞതാണ്, മറ്റു 2 പേർക്കും തരാനുള്ള വകുപ്പൊന്നുമില്ല. ഭർത്താവ് 15 വർഷം മുമ്പ് മരിച്ചുപോയി. ഞാനിങ്ങനെ പ്രസവ ശുശ്രൂഷയും അതുപോലെ രോഗി പരിചരണവും വീട്ടുജോലിയൊക്കെ ചെയ്താണ് ഞാൻ ഇത്രയും ദിവസം ജീവിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം ആരും വിളിക്കണില്ല മക്കളെ. 70 വയസ്സായിരുന്നേ. അവർ പറയണമെന്ന് വെച്ചാൽ, മക്കളെ എനിക്ക് എന്തെങ്കിലും എനിക്ക് വീട് താന്നല്ല പറയുന്നത്, എനിക്ക് ജോലി എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും ഒന്ന് വാങ്ങിച്ചു താന്നാണ്. ആ ഒരു അന്തസ്സ് പോലെ ഇവനൊക്കെ ഉണ്ടോ? ആ ഒരു 70 വയസ്സായ ആ സ്ത്രീ, അവരെയൊക്കെയാണ് നമ്മുടെ ചേട്ടാ. ഇന്ന് ഒരു പക്ഷേ അവർ ഭക്ഷണം കഴിച്ച് കാണില്ല. ഞാൻ ഇന്ന് രാവിലെ തൊട്ട് ഞാൻ ആലോചിക്കുന്നൊരു കാര്യം അതാണ്. അവരെന്നെ വിളിച്ചിരിക്കും, വല്ലാതെ ഹൃദയത്തിൽ തട്ടിയൊരു കാര്യമാണ്. ഭക്ഷണം കഴിച്ച് കാണൂല, ചിലപ്പം കാണൂല. ഒന്ന് ആലോചിച്ച് നോക്ക്. ചിലപ്പോൾ എന്തെങ്കിലും അസുഖമായിരിക്കാം, മരുന്ന് വാങ്ങിക്കാൻ പൈസ കാണൂല. ഞാൻ കേട്ട് പെൻഷൻ്റെ കാര്യം എങ്ങനെ എന്ന് വെച്ചപ്പോൾ ചിരിക്കുന്നു. ആ ചിരിയിലെല്ലാം ഉണ്ടായിരുന്നു. ആ ചിരിയിലെല്ലാം ഉണ്ടായിരുന്നു. അവർ ഈ 70ാമത്തെ വയസ്സ്, ഞങ്ങളുടെ അമ്മയ്ക്ക് 70 വയസ്സായില്ലേ, അമ്മ ഇനിയും വീട്ടിൽ ഇരുന്നൂടെ? മക്കൾക്ക് ആഹാരം മാത്രം പോരെ, ആഹാരം മരുന്ന് മാത്രം പോരെ? മരുന്നൊക്കെ ഇപ്പം അത്യാവശ്യം മരുന്നൊക്കെ സർക്കാർ ആശുപത്രിയിൽ നിന്നൊക്കെ നമുക്ക് കിട്ടും എന്നൊക്കെ പറഞ്ഞ്, ഇല്ല മക്കളെ എനിക്ക് ജോലി ചെയ്ത് ജീവിക്കണം, ജോലി ചെയ്യണം, എനിക്കിപ്പോൾ 70 വയസ്സല്ലേ ആയുള്ളൂ, അതൊന്നും വലിയ പ്രായമൊന്നുമല്ല എന്നുള്ളതിന്. ഇവിടെ ഓരോരുത്തന്മാരൊക്കെ എന്ന് പറഞ്ഞാൽ 400 പേര് വേണം പോവായി, എന്നാൽ നേരെ നടക്കാൻ പറ്റും. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാലേ ഒരുപാട് പറയാനുണ്ട്. ഇത് കേരളത്തിലെ ജനങ്ങൾ തന്നെ ചിന്തിക്കുക. എല്ലാം ഇടത് വന്നാലും വലത് വന്നാലും നടുവിലുള്ള BJP വന്നാലും എല്ലാം കണക്കാണ്. ഇനി ഈ പറഞ്ഞ കണക്ക് നമ്മൾ ഈ പെട്ടുപോയി, എലിക്കണിയിൽ പെട്ടുപോയി. ഇനി അവിടെ കിടന്നുകൊണ്ട് ചാവാനേ പറ്റൂ, അല്ലാതെ വേറെ ഒരു നിവൃത്തിയും ഇല്ല.